മാസപ്പടി കേസിൽ SFIO റിപ്പോർട്ട് പുറത്ത്. CMRLനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഭീകര പ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയെന്ന് സംശയമുണ്ടെന്നും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇതുവരെയും CMRLനെതിരെ നടന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന്റെ അന്വേഷണത്തിന്റെ രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് SFIO നടത്തിയത്. പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് അവർ അവിടെ പറഞ്ഞത്. ഒന്ന്, CMRL പണം നൽകിയവരുടെ പട്ടികയിൽ ഭീകര സംഘടനകൾക്ക് അവരെ സഹായിക്കുന്നവർക്ക് കൂടി പണം നൽകിയതായി സംശയമുണ്ട്. ആ വഴിക്ക് ചില തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കുകയാണ്. രണ്ടാമത്തെ വിഷയം, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് CMRL എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് പണം നൽകിയത് എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണെങ്കിൽ, ഒന്നാമത്തെ വിഷയം അതീവ ഗൗരവമായ അന്വേഷണത്തിലേക്ക് അടക്കം വഴി തെളിക്കേണ്ട ഒരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഭീകരവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് അല്ലെങ്കിൽ അതിന്റെ സിമ്പതൈസേഴ്സിന് പണം നൽകിയതായി സംശയമുണ്ട്. അതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി പണം നൽകിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആർക്കാണ് നൽകിയിട്ടുള്ളത്, ഏത് സംഘടനയ്ക്കാണ് നൽകിയിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് രാജ്യദ്രോഹ സ്വഭാവമുള്ള സംഘടനകൾക്ക് ഇത്തരത്തിൽ പണം നൽകിയത്? അങ്ങനെ ഉണ്ടെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റത്തിന്റെ പരിധിയിൽ അടക്കം വരും. കർത്തയുടെ CMRL കമ്പനിക്കെതിരെ ഇതുവരെ ഉണ്ടായിരുന്നത് പണം നൽകി വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും ഭരണാധികാരികളെയും ഒക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമായിരുന്നുവെങ്കിൽ, സാമ്പത്തികമായ ആരോപണമായിരുന്നുവെങ്കിൽ, അതിനേക്കാളും ഗൗരവമുള്ള രാജ്യദ്രോഹപരമായ ആരോപണം കൂടി അല്ലെങ്കിൽ അത്തരം ഒരു കണ്ടെത്തലുകൾ കൂടിയാണ് ഇപ്പോൾ SFIOയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിവിധ കേന്ദ്ര ഏജൻസികളിലെ അന്വേഷണം അടക്കം ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുള്ള ഒരു വിവരമാണ് ഇപ്പോൾ SFIO ഡൽഹി ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസിന്റെ പ്രത്യേകത, SFIOയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL നൽകിയ ഹർജിയിലാണ് ഇന്ന് വാദം നൽകി കേട്ടിരുന്നത്. ആ വാദത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ CMRLനെതിരെ ഇത്തരം അതീവ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ വിഷയം നേരത്തെ തന്നെ ഉയർന്നതാണ്. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയാണ്. ഈ വീണ വിജയന്റെ കമ്പനിക്ക് പണം നൽകിയത് ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു. അവിടെ മുഖ്യമന്ത്രിയുടെയോ പിണറായി വിജയൻ എന്ന പേരോ പറയുന്നില്ലെങ്കിലും സ്വാഭാവികമായും എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെടുമ്പോൾ അത് വീണ വിജയന്റെ കമ്പനിയാകുമ്പോൾ അത് അതിന്റെ സംശയത്തിന് മുന ചെന്ന് നീളുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ്. ആ വഴിക്കുള്ള അന്വേഷണം നടക്കുന്നുണ്ട്.